ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരം കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാനാണ് പരമാവധി നോക്കാറുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴക്കട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മധുരം കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കൊഴക്കട്ട. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ബദാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നിലക്കടല അതും 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 2-3 ഏലക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നട്ട്സ് എല്ലാം കൂടെ ഏലക്കയും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവ് വീതം എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ചെടുക്കണമെങ്കിൽ നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ കനം ഒന്ന് കുറച്ച് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാണ്. ഇത് എനിക്ക് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓൾറെഡി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കൊഴക്കട്ട റെഡിയായി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴക്കട്ട റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല ചൂടുണ്ടായിരുന്നു മുറിച്ചപ്പോൾ.
നല്ല ടേസ്റ്റും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.